Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹാലലൂയ പറഞ്ഞാൽ ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി ദൈവം അവിടിവിടങ്ങളായി തന്റെ മക്കളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ അനേകരും ഓർത്ത് ദൈവസന്നിധിയിൽ തത്സമയ പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അനേകം വിഷയങ്ങൾ ആമേൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് പകലിലും പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവിടെ ഇവിടങ്ങളിൽ ആയിരുന്ന ദൈവമക്കളെ ദൈവം സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ലൈവിലൂടെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ആമേൻ അവിടുന്ന് കൂട്ടുവരുത്തുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ നിരാശയോടെ ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാനങ്ങ് ശക്തരായി ഞങ്ങളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രി ആമേൻ ചില പ്രിയപ്പെട്ടവർ യേശുവിനെ അറിയുവാൻ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിൽ പ്രഘോഷിപ്പാൻ അവിടുന്ന് ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ പണിയപ്പെടുവാനിടയാകട്ടെ, പൈശാചിക മേഖലകൾ തകരുവാനിടയാകട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവജനത്തിനെതിരെ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഉയരത്തിൽ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്ത് ജയത്തോടെ നടത്തുന്ന ദൈവമേ, ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമായി വ്യാപരിക്കുമല്ലോ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുക, പാടുവാൻ കൃപ നൽകിയ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി കർത്താവിൻ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഇരുന്നവരും ഇരിക്കുന്നവരും ആമേൻ, അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവരുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ വന്നു രക്ഷിച്ചു. Pida
എന്നിൽ വാസിപ്പാൻ നിന്നാവിന്റെ ദാനവും നീ സ്വർഗാനുഗ്രഹങ്ങളും സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരേണവും ഭാഗ്യസാന്നിധിയും നീതിയും വാഴമൂടിയതും നിന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ആമേൻ. അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ പാടുവാൻ, സ്തുതിപ്പാൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ.
അവൻ ഇപ്പോഴും നിങ്ങളുടെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. ആമേൻ. പാടിയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൃഷ്ടാവാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശൂന്യതകളെ പണിയുവാൻ, ഹല്ലേലൂയ, ശൂന്യമായ പടകുമായി, അതേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ അടുത്ത പ്രഭാതത്തിൽ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിന്റെ പടക് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. ആ പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തോട് സംസാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ പടക് അല്പം, ആമേൻ, ആഴത്തിലേക്ക് ഇറക്കി വല വീശുവാൻ പറഞ്ഞപ്പോൾ, ആമേൻ, ദൈവപുത്രനായ യേശുവിന്റെ വാക്കിനെ വിശ്വസിച്ച്, നാഥാ, നിന്റെ വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞ പത്രോസിന്റെ ആ ശൂന്യമായ ആ വല നിറയുവാൻ, ആ പടക് നിറയുവാൻ ഇടയാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവകൃപയില് ആശ്രയിച്ചതാ, നാളിതുവരെ, ഹല്ലേലൂയ, ജീവിതത്തിൽ ശൂന്യതകൾ മാത്രം, ഹല്ലേലൂയ, എടുത്തെടുക്കുന്ന കാലുകൾ താണോട്ട് പോകുന്നത് പോലെ, അതേ, അഗാധത്തിലേക്ക്, ആഴത്തിലേക്ക് ആമേൻ താണുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആമേൻ, നടുകടലിൽ ആമേൻ അകപ്പെട്ടു പോകാതെ പത്രോസിന്റെ കരം പിടിച്ചുയർത്തിയ മാനിച്ച കർത്താവ് ഇന്ന് രാത്രി എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ള വചനപ്രകാരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈദ്യം ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാലുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്ന, നിന്റെ തലമുറയുടെ മേൽ പകർന്ന ജയത്തോടെ നടത്തുവാൻ യേശു ഇന്നും ജീവിക്കും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അക്കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ആകയാൽ ആമേൻ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഏറ്റവും ഒടുവിലായി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. നാം വായിച്ച കുറിവാക്യം ഇങ്ങനല്ലേ, എന്റെ പിന്നാലെ വരുവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവനെ അനുഗമിച്ച ആമേൻ വ്യക്തികളോട് ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ആമേൻ, കർത്താവിന്റെ പിന്നാലെ വരുന്ന ആമേൻ വ്യക്തികളോട് പറഞ്ഞ കാര്യം എന്താ? മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. ഹല്ലേലൂയ. എന്തിനാണ് ആമേൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത്? ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ വരുന്നവരെ ആമേൻ അടുത്ത ഒരു ദൗത്യത്തിനു വേണ്ടി അതെ നിയോഗിച്ച് അയക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിനെ അനുഗമിക്കുന്ന ദൈവ പൈതലേ, ആമേൻ നിന്നെ നിയോഗിച്ച് അയക്കുവാൻ ആമേൻ അതെ ശക്തനായവനാ ആമേൻ നിന്റെ മുമ്പിൽ അതെ നായകനായി നിൽക്കുന്നത്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് ആമേൻ ഒരു ആമേൻ നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിലേക്ക് ആമേൻ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ അയക്കുവാൻ യേശു ശക്തരാണ്, നിന്നെ അയക്കുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ആമേൻ തന്നെ അനുഗമിച്ച അതെ തന്നെ പിൻപറ്റിയ ആമേൻ ദൈവ ജനത്തോട്, ആ കാലത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആമേൻ ഒരു പുറപ്പാടുണ്ട് കേട്ടോ, ഒരു യാത്രയുണ്ട് കേട്ടോ, എന്നും നീ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ശത്രു വരച്ച സർക്കിളിനകത്ത് നീ ഒതുങ്ങിയിരുന്ന് കരയുവാനല്ല, ദൈവം നൽകുന്ന വിശാലത അനുഭവിക്കുവാൻ. ഞെരുക്കത്തിലിരുന്ന് അത് നിലവിളിച്ച ഭക്തന്റെ നിലവിളി കേട്ട് വിശാലത വരുത്തിയ ദൈവത്തോട് എപ്പേസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ അതിരുകൾ വിസ്താരമാക്കണം. ഇന്ന് രാത്രി കഷ്ടപ്പെട്ട അനുഭവത്തിലാണെന്ന് നീ തിരിച്ചറിയ
തിരിച്ചറിയുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് നിന്നെ നയിപ്പാൻ ശക്തനായവൻ തിരുവചനവുമായി ഇന്ന് രാത്രി നീ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാ. എന്തിനാ? കേട്ട് അവിടെ കരഞ്ഞിരിക്കാനല്ല. അതെ, നിലവിളിച്ച കഷ്ടതയുടെ നടുവിൽ, ആ കണ്ണുനീരിന്റെ നടുവിൽ അതെ നിലവിളിച്ച ഇസ്രായേലിന്റെ നിലവിളി കേട്ട് സങ്കടങ്ങൾ അറിഞ്ഞ് വേദനകൾ കണ്ട് ആമേൻ ഇറങ്ങി വന്ന് അവരെ മുമ്പോട്ട് നയിച്ച ദൈവം തമ്പുരാൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചത് സ്നേഹിത, താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് നിന്ന്, വേദനയ്ക്കകത്ത് നിന്ന്, പ്രതിസന്ധിക്കകത്ത് നിന്ന്, ഞെരുക്കത്തിനകത്ത് നിന്ന്, ശാപത്തിനകത്ത് നിന്ന്, പാപത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാനാ, നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റുവാനാ. താങ്കൾ ഈ സത്യം ആദ്യമാ കേൾക്കുന്നതെങ്കിൽ ഇത് മാത്രമാ സത്യം. ഇന്ന് രാത്രി സത്യം നീ അറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രമാക്കുക. ഹല്ലേലൂയ. സ്വതന്ത്രരായവർ പിന്നെയും അടിമ മുഖത്തിൽ കൊടിഞ്ഞു പോകാതിരിപ്പാൻ ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ശ്രോതാക്കളെ കരപടി സമയം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായ സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം അതേ ശത്രു അതേ ഉയർത്തിരിക്കുന്ന മതിലുകൾ ആമേൻ അമർന്നു പോകത്തക്ക വിധത്തിൽ ശത്രു വരച്ചിരിക്കുന്ന സർക്കിളുകളെ പൊട്ടിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്തെ നിറയ്ക്കുവാൻ ഇടയായി തീരും. അഭിഷേകം മുഖത്തെ തകർക്കുന്നതാകയാൽ ആമേൻ നിറവിൽ അന്യഭാഷ ഭാഷണത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ സ്വഭാവേ ഇന്ന് രാത്രി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, നിന്റെ അവസ്ഥകളെ അതേ മാറ്റുവാൻ കഴിയുന്ന, അതേ നിന്റെ തലമുറയുടെ അവസ്ഥയെ ആമേൻ അത് കണ്ട് നീ നിലവിച്ചിരിക്കുമ്പോൾ നിന്റെ തലമുറയെ നേരെയാക്കുവാൻ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് അത് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശീമോന്റെ കൂട്ടാളിയായ യാക്കോബ്, ആമേൻ, യോഹന്നാൻ എന്ന ശബദി മക്കൾക്ക് അവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. നാം വായിച്ച കുരുവാക്യത്തിനോട് സാമ്യമായി അത് ചിന്തിച്ച് ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, ആമേൻ, യോഹന്നാൻ എന്നീ സബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ആമേൻ ശിമോനോട് പറയുക, ഭയപ്പെടേണ്ടെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഇതുവരെ ആമേൻ നീ വാഗ്ദത്തം കേട്ട് ആമേൻ അതിലേക്ക് ആമേൻ നീ എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ അനുഗമിക്കുന്ന സ്നേഹിത, സഹോദര, മാതാവേ, പിതാവേ, യു ആർ ചേഞ്ചിങ്. ആമേൻ സമയമായി. ഹല്ലേലൂയ. നീ കേട്ട വാഗ്ദത്തത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന സമയമായി. ആമേൻ. അതെ, നീ കേട്ട ആ കുതില്ലേ, കേട്ട വാഗ്ദത്തമില്ലേ, അതിലേക്ക് നിന്നെ ചേഞ്ച് ചെയ്യുന്ന സമയം ആഗതമായി. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, സഹോദര, മാതാവേ, കൂടപ്പറപ്പേ, ഇന്ന് രാത്രി യേശു നിന്നോട് പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? ആമേൻ, ഒരു പുറപ്പാടിനു വേണ്ടിയാ. എന്തിനാ പുറപ്പെടുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോടാ പറഞ്ഞ് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്. ലോകത്തിന്റെ ആമേൻ മാലിന്യങ്ങളും അതേ മ്ലേച്ഛതകളും അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂടെ ഇരിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദുഷ്ടന്മാരുടെ കൂടെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ ആയിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാമെന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. പിന്നെ ആരുടെ കൂടെ ഇരിക്കാമെന്നാ പറഞ്ഞത്? അവനെ അനുഗമിക്കുന്നവർ, അവന്റെ നിയോഗപ്രകാരം അവൻ പറഞ്ഞ അന്ത്യ കൽപ്പന അല്ല എങ്കിൽ ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടുന്നതിന് മുമ്പ് ഒടുവിലത്തെ അതേ സന്ദേശം എന്ന നിലയിൽ തന്നെ അനുഗമിച്ചവരോടായി ഇങ്ങനെ പറഞ്ഞു.
ഹല്ലേലൂയ. അതെ, അവന്റെ അടുത്തേക്ക് കയറി എല്ലാരും ചെന്നില്ല കേട്ടോ. അവനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവരാ കയറി ചെന്നത്. സൗഖ്യം ആമേൻ അതെ തേടി വന്നവര് ചെന്നില്ല കേട്ടോ. അപ്പം തിന്നവര് വന്നില്ല കേട്ടോ. അത്ഭുതം കണ്ടവർ വന്നില്ല കേട്ടോ. വിടുതൽ പ്രാപിച്ചവർ വന്നില്ല കേട്ടോ. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തെന്ന് ഉറപ്പുള്ളവർ, ഹല്ലേലൂയ, ദൈവം എന്നെ വിളിച്ചെന്ന് ഉറപ്പുള്ളവർ, ആമേൻ, അവന്റെ ആമേൻ അവസാന സമയത്ത് ആമേൻ ആ മലയിലേക്ക് കയറി ചെന്നു. ഇന്ന് രാത്രി ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. അപ്പൻ തിന്നവർക്ക് കഴിയത്തില്ല, അത്ഭുതം കണ്ടവർക്ക് കഴിയത്തില്ല. നമുക്കറിയാം ആമേൻ മത്തായി സുവിശേഷം 28 അധ്യായം അതിന്റെ 19 വാക്യമാ നാം വായിച്ചത്. എന്നാൽ അതിന്റെ 11 വാക്യം ഒന്ന് വായിച്ചാട്ട്. മത്തായി സുവിശേഷം 28 11 വാക്യം വളരെ സുപരിചിതമായ വേദഭാഗമാ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ. മത്തായി സുവിശേഷം 28 11 നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. വായിച്ചാല് അവർ പോകുമ്പോൾ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവരെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നു. മത്തായി സുവിശേഷം 28 അധ്യായം 11 വാക്യം. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ വന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. വസ്തുത നാടുവഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു, നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെയും യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന നോക്കണം. ഈ സംഭവം നടന്നടിയതിനു ശേഷം യേശു കർത്താവുമായി ബന്ധപ്പെട്ട ചരിത്രം മത്തായി എഴുതിയപ്പോൾ അവിടെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിലെ നോക്കണേ യേശു കൽപ്പിച്ചിരുന്ന മലയിലേക്ക് അവർ പോയി. അവനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. കണ്ടോ, എല്ലാവരും ആമേൻ ആമേൻ. അതെ, ആകെ 11 പേരാ അവിടേക്ക് ചെന്നത്. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ ഇല്ല ആമേൻ. ചിലര് സംശയിച്ചു, ചിലര് വിശ്വസിച്ചു. ആരുടെ അടുത്താ ചെന്നത്? വിശ്വസിച്ചവരുടെ അടുത്ത. ഇന്ന് രാത്രി സംശയിച്ചിരിക്കുന്നവരുടെ അടുത്തല്ല യേശു വരുന്നത്, വിശ്വസിക്കുന്നവരുടെ അടുത്ത. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം വിശ്വസിക്കുവാൻ തയ്യാറായ നിശ്ചയമായും അവൻ ഇന്ന് രാത്രി നിന്റെ അടുത്തേക്ക് വരും. കണ്ടോ, അടുത്ത് ചെന്നവരോടായി ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ, 19 വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകലത്തിന്മേലും അധികാരമുള്ളവരാണ് അയക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനുമായിട്ടാണ് നിനക്ക് കാര്യമുള്ളതെങ്കിൽ നീ പോകുന്നിടത്ത് പരാജയപ്പെടുവാൻ സാധ്യതയില്ല. കാരണം നിന്നെ അയക്കുന്നവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാ. അവന് പറഞ്ഞത്, അവന്റെ വാക്ക് കേട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ ലോകത്തിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന്. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല, അവന്റെ വാക്ക് കേട്ടിട്ട നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ആമേൻ, വിശ്വാസ ജീവിത യാത്രയിൽ നീ ചുവട് വെക്കുന്നതെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, നീ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ അതേ ലോകത്തെ ജയിച്ചവൻ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രിയിലും കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരവടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അവ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. ആമേൻ. നിങ്ങൾ പോകുന്നിടത്ത് ആമേൻ ചില ദൈവപ്രവ
പ്രവർത്തികൾ നിങ്ങൾ കൂടെ ഇരുന്ന് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഉറപ്പുള്ളവർ കരപടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാട്ടെ. നിന്റെ വീട്ടിനകത്ത് ആമേൻ നീ ഒറ്റയ്ക്കല്ല. അതേ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ഇന്ന് രാത്രി കർത്താവിന്റെ വാക്ക് നിമിത്തമാ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ, അവന്റെ വചന നിമിത്തമാ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയിലും നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് വലുതാകട്ടോ. ഇന്ന് രാത്രി അത് 12 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരാൾ തകർന്നു പോയി. സമപ്രായക്കാർ പലരും തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, പലരും തകർന്നപ്പോൾ നീ തകരാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ആ നിയോഗമുള്ളവർ, ആ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവർ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേ. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, നീ ഫലമില്ലാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി നീ ഫലമുള്ളതായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, പൂവിട്ടു, വളരെ പ്രതീക്ഷയാ, കാപിടിച്ചു, വളരെ സന്തോഷമായിരുന്നു. എന്നാൽ മൂപ്പെത്തുന്നതിന് മുമ്പ് അത് കൊഴിഞ്ഞ് ആ പൂ ഉണങ്ങിപ്പോകത്തക്ക വിധത്തിൽ പ്രതികൂലത്തിന്റെ കാറ്റുകളും ചൂടുകളും തട്ടി ആമേൻ പൂ കരിഞ്ഞു പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയരുന്ന അതേ പ്രതികൂലങ്ങൾ നിമിത്തം അത് കരിഞ്ഞു പോകുന്ന, ഫലം പൊഴിഞ്ഞു പോകുന്ന അനുഭവത്തിലാണ് നീ ആകുന്നതെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ തെരഞ്ഞെടുത്തവനെ നീ അനുഗമിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറയുന്നവർ ഒരു പ്രതികൂലത്തിനും നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ ജയത്തോടെ അന്ത്യത്തോടെ നടത്തുവാൻ ശക്തനായവൻ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഇന്ന് രാത്രി ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഒരു ദേശത്ത്, ഒരു സഭയിൽ, ഒരു ഭവനത്തിൽ ആമേൻ നിന്നെയും എന്നെയും ആക്കി വെച്ച ഒരു നല്ല ദൈവം അവന്റെ സാന്നിധ്യത്തിനായി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എന്നിട്ട് പറയുക, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി ഈ വെളിപ്പാട് ഉള്ളവർ, ഈ പരിജ്ഞാനം പ്രാപിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ഉഴപ്പന്മാരായി, അലസന്മാരായി, മടിയന്മാരായി ഇരിക്കുവാനല്ല ദൈവം തെരഞ്ഞെടുത്തത്, പോയി ഫലം കായ്ക്കാനാ. മനുഷ്യനെ പിടിക്കുന്നവനാക്കും കേട്ടോ. ഹല്ലേലൂയ. അതേ, മുക്കുവനെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. മീൻ പിടിച്ചത് എന്തിനാ? കാശുണ്ടാക്കാനാ. എന്തിനാ കാശ്? ജീവിക്കാനാ. ഇന്ന് പലരും അതിനല്ലേ ബന്ധപ്പെടുന്നത്. മീൻ പിടിച്ചവനെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മീൻ പിടിച്ചത് വിൽക്കാനാ, എന്നാൽ മനുഷ്യനെ പിടിക്കുന്നത് വിൽക്കാനല്ല. മീൻ പിടിക്കുന്നത് കാശിന് വേണ്ടിയാ, എന്നാൽ മനുഷ്യനെ പിടിക്കുന്നത് കാശിന് വേണ്ടിയല്ല. പക്ഷെ ഇന്ന് ആമേൻ കാശിന് വേണ്ടിയാ മനുഷ്യനെ പിടിക്കുന്നതെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ആമേൻ ആത്മാക്കളെ നേടാനുള്ള ഭാരവുമായി ഇറങ്ങി അനേകർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഇത് കാശുണ്ടാക്കാനുള്ള മാധ്യമമല്ല, ഇത് കാശുണ്ടാക്കാനുള്ള ആമേൻ വരുമാനോ മാർഗവുമല്ല. ആമേൻ ഇത് നിത്യതയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ദൈവവചനത്തെ വളച്ചൊടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ അതേ ആമേൻ അതേ സ്വന്തം ആമേൻ പേരിനും പ്രശംസയ്ക്കും വേണ്ടി പലതും കെട്ടിപ്പൊക്കുമ്പോ ഇന്ന് രാത്രി നിർമ്മല സുവിശേഷം കളങ്കമില്ലാതെ കണ്ട് അതിന്റെ തനിമ നഷ്ടപ്പെടാതെ കണ്ട് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കൃപ ലഭിച്ച അതേ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ. എങ്ങനെ പുറപ്പെടണം? ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ ചിലരുണ്ട് പിതാവിനെ മാത്രം, ചിലരുണ്ട് പുത്രനെ മാത്രം, ചിലരുണ്ട് പരിശുദ്ധാത്മാവിനെ മാത്രം. ഹല്ലേലൂയ. ചിലര് പറയും ആമേൻ ഇത് മൂന്നും മൂന്നാ. ഹല്ലേലൂയ. ചിലര് പറയും ഇത് മൂന്നും ഒന്നാ. ഹല്ലേലൂയ. തർക്കവും വാദവും എനിക്കില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ
പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആ അധികാര പരിധിക്കകത്തായിരിക്കുന്നവരെ ഇന്ന് ഈ ഭൂമിയിൽ കാര്യസ്ഥരായി നോക്കി നടത്തുവാൻ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിലും പകരുവാൻ ദൈവം ശക്തനാ. കാരണം വചനം പറയുന്നു, ഇത് അന്ത്യകാലം, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇന്ന് രാത്രി നിന്റെ പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ, നിന്റെ വൃദ്ധന്മാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ, യൗവനക്കാരിയുടെ മേൽ ഈ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാ. ന്യായത്തെ കുറിച്ച്, നീതിയെ കുറിച്ച് ആമേൻ ബോധം വരുത്തുന്ന ഓ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അമ്മയാരെന്ന്, അപ്പനാരെന്ന്, സഹോദരി ആരെന്ന്, സഹോദരനാരെന്ന്, കൂടപ്പറപ്പെന്ന് ആരെന്ന് തിരിച്ചറിയാതെ അധർമ്മം പെരുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് മ്ലേച്ഛത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി വ്യക്തികളെ വേർതിരിക്കുവാൻ ആമേൻ അയക്കപ്പെടുന്ന ദൈവത്താൽ ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ആമേൻ ഫലമില്ലാത്തതായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ എന്തിനല്ല? ആമേൻ ഹല്ലേലൂയ നിരാശരായിരിക്കുവാനല്ല, ഫലം ഉള്ളവരായിരിക്കുവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഫലകരമായതൊന്നും അതെ ശേഷിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അതെ നിന്നെ ഫലമില്ലാത്തതാക്കി തീർക്കുന്ന ദുഷ്ടപിശാചിന്റെ പദ്ധതിയിൽ നിന്ന് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കി കൈപിടിച്ച് നടത്തുവാൻ ഉൾനട്ട ജീവന്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നത് ആമേൻ എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ ദൈവം തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുന്ന നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചിക പദ്ധതിക്കകത്ത് നിന്ന് ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് മുമ്പോട്ട് നയിക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. ശീമോന്റെ ആമേൻ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സകല മക്കൾ അവണ്ണം തന്നെ. നോക്കണമേ, അങ്ങനെ ഹല്ലേലൂയ കർത്താവ് ഈ ഭൂമിയിൽ ആമേൻ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആമേൻ തിരുവായ്മൊഴിഞ്ഞ് പറയുക. എന്താ പറഞ്ഞത്? ആമേൻ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആമേൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് ഒരു ഭാര്യയായി, ഭർത്താവായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, അമ്മൂമ്മയായി കാലം പോക്കാനല്ല ദൈവം വിളിച്ചത്. സ്നേഹിത, തിരിച്ചറിയണം. നീ അമ്മൂമ്മയായാലും ശരി, നീ അപ്പൂപ്പനായാലും ശരി, നീ ഭാര്യയായാലും ശരി, നീ ഭർത്താവായാലും ശരി, നീ മക്കളായാലും ശരി, നീ യൗവനക്കാരനോ യൗവനക്കാരി ആയാലും ശരി, ആരായാലും ശരി, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ ആമേൻ ശബ്ദം ഹല്ലേലൂയ കണ്ണുനീര് കേട്ട് നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് അതെ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന് ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെങ്കിലും നോഹയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഉത്തരവാദിത്വം അവൻ തെറ്റിക്കാതെ അത് കൃത്യമായി നിവർത്തിച്ചവനാണ് നോഹ. ഇന്ന് രാത്രി കൃപ ലഭിച്ച വെടികെട്ട് ഇറങ്ങിത്തിരിച്ച അഭിഷക്തരെ, ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഇന്ന് വരെ ആമേൻ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആമേൻ ഇതുവരെ ചെയ്യുവാൻ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ശേഷിക്കുന്ന കാലം കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുന്നതിന് മുമ്പ് അത് എന്തിനു വേണ്ടി വിളിച്ചെന്നും ആമേൻ അതെ എന്താണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്നും തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും തക്കോണം ഇടയാകണം. ആമേൻ. യേശു കർത്താവ് ആമേൻ മനുഷ്യനെ പിടിക്കുവാൻ പറഞ്ഞത് കാശുണ്ടാക്കാനല്ല. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആമേൻ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആമേൻ. ഇത് വായിക്കുമ്പോൾ ആമേൻ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമല്ലേ ഇത്? അല്ലെ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ആമേൻ. ഈ ശക്തി പ്രാപിക്കാൻ വേണ്ടി അവിടെ ഇരുന്നത് എത്രയാ? 120 പേരാ. ആമേൻ. യേശു ഇരിക്കുന്നിടത്തേക്ക് കയറി ചെന്നത് എത്രയാ? 11 പേരാ. ഹല്ലേലൂയ. യേശു തെരഞ്ഞെടുത്തത് എത്ര പേരെയാ? 12 പേരെയാ. ഒരുവൻ എവിടെ പോയി? കേട്ടതല്ലേ, തിന്നതല്ലേ, അനുഗമിച്ചതല്ലേ, എവിടെ പോയി? സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടാലും
സ്നാനപ്പെട്ടാലും യേശുവിനെ അനുഗമിച്ചാലും പിശാചിന്റെ അകത്ത് കയറിയാൽ ഹല്ലേലൂയ നിന്റെ നിത്യത നഷ്ടപ്പെടും. ആമേൻ. നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി പാപത്തെ വെറുത്ത് ഭാവിയെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവ പൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ അവന്റെ കൽപ്പന അനുസരിക്കുവാൻ അംഗീകരിക്കുവാൻ തയ്യാറാകണം. എന്താ? ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. അവന്റെ ദൗത്യം ആമേൻ പൂർത്തീകരിപ്പാൻ വെളിയിൽ കണ്ട് ഇറങ്ങി തിരിച്ചവൻ ആമേൻ ദിവ്യാഗ്രഹം പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി അവൻ ഒരിച്ചാൻ കയറി തൂങ്ങി ചാകേണ്ടി വന്നു. ഇന്ന് രാത്രി ആമേൻ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്ന അഭിഷക്തന്മാരെ, ആമേൻ ദൈവദാസന്മാരെ, ദൈവ മക്കളെ, ഈ ദൗത്യം ദൈവദാസന്മാർക്ക് മാത്രമുള്ളതല്ല. ആമേൻ അത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ളതല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാര പരിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട അതേ ഒരു ശിക്ഷിത്വം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായും താങ്കൾ ഈ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ആമേൻ. അതേ അധികാരം സ്വർഗം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ പുറപ്പെട്ട് ആമേൻ എന്ത് ചെയ്യണം? പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യണം? പറയണം. ഹല്ലേലൂയ. പുത്രനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ആമേൻ. പിതാവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ആമേൻ. ഓൾഡ് ടെസ്റ്റമെന്റിൽ യഹോവയാം ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിനകത്ത് ആമേൻ ദൈവത്തെ കുറിച്ചോ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചും കാണുവാൻ കഴിയുന്നു. ആമേൻ. പഴയ നിയമമോ പുതിയ നിയമമോ ഭേദമില്ലാതെ കണ്ട്, വേർഗത്യമില്ലാതെ കണ്ട് അന്നും ഇന്നും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ നാമം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം ആമേൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുള്ളവൻ. ഇന്ന് രാത്രി നിന്റെ രോഗങ്ങളെ വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനമയച്ച് സമാധാനം നൽകുന്നവൻ, ആനന്ദം അതേ നിന്റെ അകത്ത് പകരുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തെ അറിയാതെ പോകരുത്. ആ പിതാവിനെ വെളിപ്പെടുത്തുവാനാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ ഈ ഭൂമിയിലേക്ക് ഞാൻ അയക്കും. ഹല്ലേലൂയ. അതത്രേ പരിശുദ്ധാത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. നോക്കണമേ, ഒരുവന്റെ മേൽ ആത്മാവ് വന്നാൽ അവൻ കേട്ട യേശുവിന്റെ സാക്ഷ്യം, അവൻ കേട്ട പിതാവിന്റെ സാക്ഷ്യം ആമേൻ അവൻ ആകുകയാണ്. ഇന്ന് രാത്രി അതേ ഒരു സാക്ഷ്യമുള്ളവനായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നിന്നെ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കുമ്പോൾ ഈ ലോകത്ത് സാക്ഷ്യമുള്ളവനായി മാറുകയാ. നിന്റെ നാട്ടിൽ, നിന്റെ വീട്ടിൽ, ലോകത്തിന്റെ അറ്റത്തോളം നീ സാക്ഷ്യം വഹിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അതേ നീ ആമേൻ ചേഞ്ച് ആകുകയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഹല്ലേലൂയ. നോക്കുകയെ ആമേൻ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും ഹല്ലേലൂയ ഞാൻ സ്വതന്ത്രനാ കേട്ടോ. ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. എന്താ അതിന്റെ അർത്ഥം? തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. അവൻ അവരോട് എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പുരുഷന്മാരെ, ഹല്ലേലൂയ, അതായത് സഹോദരിമാരെ അല്ല യേശു തെരഞ്ഞെടുത്തത് ആരെയാ? ആമേൻ. പുരുഷന്മാരെ. ഹല്ലേലൂയ. ആമേൻ. മത്സ്യ തൊഴിലാളികളായിരുന്ന മുക്കുവന്മാരെ യേശു കർത്താവ് കടൽക്കരയിൽ വെച്ച് ആമേൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്തിനാ? അവരെ ആമേൻ പുരുഷന്മാരെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരുന്നില്ല. ഹല്ലേലൂയ. നോക്കുക, പുരുഷന്മാരെ ആമേൻ യേശു കർത്താവ് തെരഞ്ഞെടുത്തിട്ട് പുരുഷന്മാരെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരുന്നില്ല.
മനുഷ്യരെ പിടിക്കുക. ഹല്ലേലൂയ. എങ്ങനെയാണ് മനുഷ്യരെ പിടിക്കുക എന്നുള്ള ആമേൻ ആ വാക്ക് യേശു കർത്താവ് അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. മനുഷ്യരെ പാപത്തിൽ നിന്ന് ആമേൻ ക്രിസ്തുവിലേക്ക് നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ആ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. വലയിട്ട് മീനെ പിടിക്കുന്നത് പോലെ ഹല്ലേലൂയ ആളുകളെ വലയിട്ട് പിടിക്കുന്ന ഒരു ദൗത്യമല്ല കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ശീലിപ്പിച്ചതും പഠിപ്പിച്ചതും. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിലെ ഏറ്റവും വലിയതും ശ്രേഷ്ഠവുമായ സൃഷ്ടിയാണ് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഒരു മനുഷ്യനെ തന്നെ അനുഗമിക്കുവാൻ ഹല്ലേലൂയ അത് പിതാവായ ദൈവം ഒരുക്കിയ ആ ക്രമീകരണം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉൾത്തിരിഞ്ഞു വന്നതല്ല, തമ്പുരാന്റെ ഹൃദയത്തിൽ ഉൾത്തിരിഞ്ഞു വന്നതാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. അവർക്ക് അത് സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിർവഹിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. ആർക്കും സ്വയമായിട്ട് ആരെയും ആമേൻ നേടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനു വേണ്ടി സൃഷ്ടാവാം ദൈവം ഒരുക്കിയ രക്ഷയുടെ പാക്കേജ്, രക്ഷയുടെ പദ്ധതി നാം സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവർ അവനെ അനുഗമിക്കുമ്പോൾ ക്രിസ്തു അവരെ എന്ത് ചെയ്യാണ്? ആമേൻ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആമേൻ നിന്നും അപ്പോസ്തലന്മാരുടെ ആമേൻ അതേ കത്തുകളിൽ നിന്ന് ഹല്ലേലൂയ അവൻ മനുഷ്യരുടെ ആമേൻ ഹല്ലേലൂയ ആ പ്രവൃത്തി പദത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവെന്ന നിലയിൽ ഹല്ലേലൂയ അത്യുന്നതനെ ഞാനും നിങ്ങളും അംഗീകരിക്കുക എന്നതാണ് ആമേൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ആരംഭിക്കുവാൻ തക്കോണമിടയാകുന്നത്. ഹല്ലേലൂയ. സൃഷ്ടാവെന്ന നിലയിൽ അത്യുന്നതനായ ദൈവത്തെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അത്യുന്നതനായ ദൈവം മനുഷ്യരാശിയെ വളരെയധികം സ്നേഹിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വ്യക്തിത്വത്തിൽ ആമേൻ അവന്റെ ആ രൂപം ഹല്ലേലൂയ അത് സ്വീകരിച്ച ആമേൻ നമ്മെ തന്നെ അത് വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ആമേൻ മറിയയിലൂടെ അയക്കുവാൻ തക്കോണമിടയായി തീർന്നു. മറിയയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടവൻ പിതാവായ ദൈവത്തിനെ കണ്ടിരിക്കുന്നുവെന്ന് സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം പലപ്പോഴും നമ്മൾ വായിച്ചു കേട്ട വചനങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അവന്റെ തേജസ് ഹല്ലേലൂയ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഹല്ലേലൂയ കൃപയും സത്യവും നിറഞ്ഞവനായി ജഡം അവതാരമായി ഇവിടെ ആയിരിക്കാൻ ഇടയായി തീർന്നത് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. തീർച്ചയായും പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മുടെ സൃഷ്ടാവിന് ഹല്ലേലൂയ നമ്മെ അതെ ശക്തീകരിക്കാനും നമ്മെ ഉപയോഗിക്കുവാനും കഴിയും. ഹല്ലേലൂയ. ആമേൻ. അവനെ അംഗീകരിക്കുവാനും അവനെ അനുഗമിക്കുവാനും ഹല്ലേലൂയ അതെ നാം തയ്യാറാണെങ്കിൽ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവൻ ശീമോൻ പത്രോസും സഹോദരൻ അന്ത്രയോസും ഹല്ലേലൂയ അതെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അവൻ എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവർ അവനെ നിർബന്ധിക്കുകയും അനുഗമിക്കുകയും ചെയ്തപ്പോൾ അവൻ അവരെ മനുഷ്യരെ ആമേൻ അതെ പിടിക്കുന്ന നിലവാരത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ ആമേൻ ശീലങ്ങൾ മാറി, അവരുടെ ആമേൻ അതെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അവസ്ഥകൾ എന്ത് ചെയ്തു? മാറി. ഹല്ലേലൂയ. അവർ ശക്തന്മാരായി, അവർ ജ്ഞാനമുള്ളവരായി, അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരായി മാറി. ഹല്ലേലൂയ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ ഹല്ലേലൂയ സ്നാനമേറ്റു.
അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. നോക്കണമേ, കടൽക്കരയിലായിരുന്ന മുക്കുവനായ പത്രോസിനെ വിളിച്ചപ്പോൾ വിളികേട്ട് ഇറങ്ങിയവൻ തെരഞ്ഞെടുത്തവന്റെ ആമേൻ പ്രവൃത്തി ഫലകരമായി ചെയ്യത്തക്ക വിധത്തിൽ ജ്ഞാനം കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. ആമേൻ. ശാരീരികമായ ബലം നൽകി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാനുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നിന്നെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി എല്ലാ നിലകളിലും ഉയർത്തുവാൻ ശക്തനായവനത്രേ നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അത് അവിടുത്തെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ തകർന്നു പോകുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ ഇടയാകാത്ത നിലയിൽ നിനക്ക് വേണ്ടി ക്രമീകരണങ്ങളെ ചെയ്യുവാൻ അതെ നിന്നെ വിളിച്ചവൻ, തെരഞ്ഞെടുത്തവൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ വാക്ക് ഹല്ലേലൂയ വിശ്വസിക്കുവാൻ തയ്യാറായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അവന്റെ വാക്ക് കേട്ട് പത്രോസിന്റെ ആമേൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. അവന്റെ ഫൈനാൻസ് പ്രോബ്ലം ഹല്ലേലൂയ, അവൻ നിരാശനായി ആമേൻ നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ആമേൻ. ശൂന്യതകളെ നിറയ്ക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനുഭവ സംഭവത്തിന് ഉടമയായി മാറിയ ആമേൻ പത്രോസ് പ്രസംഗിച്ചപ്പോൾ അതെ 3000 പേര് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് ചേർന്നു. അവർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിന്റെ സന്ദേശം ഹല്ലേലൂയ അത് സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം ആമേൻ അവർ കർത്താവായ യേശു വിശ്വസിക്കുകയും അവനെ കർത്താവ് ആമേൻ ക്രിസ്തുവുമായി പാപത്തിൽ നിന്ന് ആമേൻ അതെ വേർതിരിക്കുവാനായി ദൈവം അയച്ച രക്ഷകനാണെന്ന് തിരിച്ചറിയുകയും ആമേൻ അത് അവന് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നിത്യജീവൻ അവർക്ക് അവകാശമായി ലഭിക്കുന്നത്. നോക്കുക, മുക്കുവനായിരുന്ന ഒരു പത്രോസിനെ തെരഞ്ഞെടുത്ത ദൈവം അവിടുത്തെ ആത്മാവിനാൽ നിറച്ചുപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത നിന്നെയും ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാ. ആമേൻ. തിരിച്ചറിയണം. ആമേൻ. കടൽക്കരയിൽ മുക്കുവനായിരുന്നവനെ ആമേൻ വിളിച്ച് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തവൻ ഹല്ലേലൂയ അവനെ ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ നിന്നെ ഉപയോഗിക്കുവാൻ ശക്തരാ. വിശ്വസിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാത്ത തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഈ സന്ദേശവുമായി അതേ ലോകത്തിലേക്ക് പോകുവാൻ അതേ വിളിക്കപ്പെട്ടവരാ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ താങ്കൾ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നുവെങ്കിൽ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. അതേ നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്രേ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തപ്പോൾ നോഹയോട് പറഞ്ഞു പെട്ടകം പണിയുവാൻ, അറ്റ്ലീസ്റ്റ് നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയെങ്കിലും രക്ഷിക്കപ്പെടുത്തുവാൻ ഇടയാകട്ടെ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ആമേൻ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധി ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരപടി കർത്താവിന് മഹത്വം കൊടുക്കുക. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെ അറ്റത്തോളം അവന്റെ സാക്ഷ്യം വഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർ വിശ്വസിച്ചതിന്റെ അടയാളമായും അതേ പരസ്യ പ്രഖ്യാപനമായും ആമേൻ അവർ സ്നാനപ്പെട്ടു. അങ്ങനെ ചെയ്ത് 3000 പേർ ഹല്ലേലൂയ ക്രിസ്തുവിനെ ആമേൻ സ്വീകരിക്കുകയും ഹല്ലേലൂയ ക്രൂശിക്കുകയും ചെയ്ത ആ സമൂഹത്തിൽ ഹല്ലേലൂയ ആമേൻ സംഭവിച്ച മാറ്റം നിങ്ങൾക്ക് കേൾക്കണമോ? ഈ 3000 പേര് ആമേൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ക്രൂശിക്കുകയും ചെയ്ത നേതാക്കളിൽ ആമേൻ ജെറുസലേമിൽ ഉള്ളവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനുള്ള തെളിവുകൾ ഹല്ലേലൂയ ആമേൻ അവിടെ വെളിപ്പെടുമ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷക്തരെ, അതേ
നിന്നെ തള്ളിപ്പറയുന്ന, നീ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, ആമേൻ നിന്നെ വിമർശിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ഹല്ലേലൂയ, അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസ്രനായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്ന, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നിങ്ങളിലൂടെ ഈ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ പോകുകയാ. സമയം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. തള്ളി പറഞ്ഞവനെ ചേർത്ത് നിർത്തി പ്രാസംഗികനാക്കി മാറ്റിയ ഇതുപോലൊരു നേതാവ് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലേ, ഇല്ല. അത് തള്ളിക്കളഞ്ഞവരെ, അത് തള്ളി പറഞ്ഞവരെ ചേർത്ത് നിർത്തി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ലോകത്തിന്റെ അറ്റത്തോളം ശക്തമായി അയക്കുവാൻ അതേ അധികാരമുള്ളവർ ഇന്ന് രാത്രി പിന്മാറ്റക്കാരനായ നിന്നെ, ആമേൻ പിന്തിരിഞ്ഞ നിന്നെ ഇന്ന് രാത്രി മടക്കിക്കൊണ്ടുവന്ന് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാക്കി ശിഷ്ടായി ഉപയോഗിക്കുവാൻ ദൈവം ശക്തരെന്ന് ഇന്ന് രാത്രി പറയുമ്പോൾ എത്ര പേർ തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആ ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ച് ശേഷിക്കുന്ന സമയം ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ഇന്ന് രാത്രി സമർപ്പിച്ചു. പ്രിയരേ, ഹല്ലേലൂയ, ആമേൻ. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സൃഷ്ടാവായി അംഗീകരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. അവിടുന്ന് അവന്റെ അനന്തമായ സ്വഭാവം ആമേൻ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്കത് ആമേൻ സഹിക്കുവാൻ, നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മോശ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ പുറം മാത്രം കാണുവാനുള്ള പദവി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ മനുഷ്യത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. മോശ ആമേൻ ദൈവം ആയിരുന്ന പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ നേരിൽ കാണുവാൻ കഴിയാത്ത ആമേൻ അത് അത്രമാത്രം തേജസ്സുള്ള ആമേൻ ദൈവം ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ അവന് ആമേൻ കാണുവാൻ കഴിഞ്ഞത് ആമേൻ വാസ്തവമായി ഹല്ലേലൂയ നമ്മളത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് എത്രമാത്രമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 33:23 പിന്നെ എന്റെ കൈ നിനക്കും നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. നോക്കണമേ, ഓരേബിൽ കയറി ചെന്ന ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ച മോശയോട് പറയുകയാണ്, എന്റെ കൈ നിനക്കും നീ എന്റെ പിൻഭാഗം കാണും, ഹല്ലേലൂയ, എന്റെ മുഖമോ കാണാവുന്നതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും ഹല്ലേലൂയ നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിൽ ആമേൻ പിതാവ് വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലധികം എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സ്വയമേ ഇവിടെ ഒന്നും ചെയ്തില്ല. ആമേൻ അതെ, തന്നിൽ പിതാവ് വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല നാം സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം നൽകിപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷിയാകുവാൻ അയക്കുന്നവരുടെ അകത്ത് വസിച്ച് ഇന്നും ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ അയച്ചു? നമ്മുടെ സൃഷ്ടാവായി. ഹല്ലേലൂയ. അതെ, അംഗീകരിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നാം ഭൂമിയിൽ ജീവിക്കണമെന്ന് ആമേൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തും ഹല്ലേലൂയ അവൻ നമ്മുടെ അതരത്തിലൂടെ വെളിയിൽ വരുന്ന വാക്കുകൾ നിമിത്തം ഹല്ലേലൂയ അതുവഴി നമ്മുടെ ജീവിതത്തിനായുള്ള അവന്റെ ഹിതവും ലക്ഷ്യവും എന്തിയാണ് നിറവേറുകയാണ്. അതെ, കടൽക്കരയിലായിരുന്ന പത്രോസ് യോഹന്നാനും
പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ ഉദരം മുതലേ ആമേൻ മുടന്തരായിരുന്ന ആ മനുഷ്യനെ വാക്കുകൾ കൊണ്ട് എഴുന്നേൽപ്പിക്കുവാൻ, വാക്കുകൾ ശക്തിയുള്ളതായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. എന്റെ നിങ്ങളുടെയും ശബ്ദത്തെ, എന്റെ നിങ്ങളുടെയും ആമേൻ അതേ ആമേൻ നിഴലിനെ, എന്റെ നിങ്ങളുടെയും വാക്കുകളെ ആമേൻ ഉപയോഗിക്കുവാൻ, അതിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുത്താൽ പാപുകളെയും കേടുകളെയും ശത്രുവിന്റെ സകല ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾ ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയില്, നിന്റെ കൂടപ്പുറപ്പിന്റെ ഇടയില്, നിന്റെ സ്നേഹിതന്മാരുടെ ഇടയില് ആമേൻ അതേ ദൈവപ്രവൃത്തി നിന്റെ ആദരത്തിലൂടെ, നിന്റെ നിഴലിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ആരാധനയിലൂടെ ഇന്നും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാ. വിശ്വസിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്ത ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ലംഘിക്കാത്തിടത്തോളം കാലം ആത്മാക്കളെ നേടുന്നതിനും ഹല്ലേലൂയ മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കുന്നതിനും ഹല്ലേലൂയ എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു തൊഴിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ളവന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ആമേൻ നീ കൽപ്പിക്കുമ്പോൾ ചിലത് സംഭവിക്കത്തക്ക വിധത്തിൽ നിന്നെ ഉയരത്തിൽ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ദൈവം ശക്തരാണ്. എന്തിനാ? ആകയാൽ നീ പുറപ്പെടണം. നീ പോകുന്നിടത്ത് പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അത് ഉയരത്തിലെ ശക്തി തിരഞ്ഞെടുത്ത നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. നീ കേട്ട വചനത്തിന് മുമ്പാകെ നീ സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? നീ കാത്തിരിക്കുവാൻ തയ്യാറാകുമോ? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്ന് ഉയരും. ഇന്ന് രാത്രി സമസ്ത മേഖലകളിൽ ഒരു ദൈത്യ യാത്ര, ഒരു പുറപ്പാട് നിനക്കുണ്ട്. നീ ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല, നീ തളർന്നിരുന്ന് കരയേണ്ടവനല്ല. ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ അതേ ശക്തനായവന്റെ വചനം അത് നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിന്റെ ശരീരത്തിൽ ഉയരത്തിൽ ആ ശക്തിയെ പകർന്ന് അവയെ നിന്നെ ജയാളിയാക്കി മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അനേകരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ, അതിശയകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവശക്തരാ. ഇന്ന് രാത്രി പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, നിന്റെ കുടുംബത്തിൽ അതേ ഒരു അത്ഭുതം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതേ നോഹയുടെ കാലത്ത് നോഹയിലൂടെ ഒരു ദൈവപ്രവൃത്തി ആ പ്രളയ കാലത്ത് ദൈവം ചെയ്തെടുത്തു കേട്ടോ. ആമേൻ. സോദോം ഗോമോറ നശിക്കുമ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിന്റെ ആമേൻ പ്രാർത്ഥന ദൈവം ഓർത്ത് ആ വിപത്തിൽ നിന്ന് അതേ ഗോമോറയിൽ നിന്ന് അതേ ലോകത്തിനെ കുടുംബത്തെയും ആമേൻ അതെ രക്ഷപ്പെടുത്തുവാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി. സ്നേഹിത, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, അനേകരെ നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാ. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ. ആമേൻ. ആ തിരിച്ചറിയുന്നവൻ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, നിന്റെ കൂടപ്പുറവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. നിന്റെ പ്രാർത്ഥന വൃഥാഭാഗത്തില്ല. ആമേൻ. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ആമേൻ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതേ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറുവാൻ അതേ പത്രോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അതേ ശൂന്യമായ പടകിനെ നിറച്ചുകൊണ്ട് അനുഭവ സമ്പത്തിന് ഉടമയാക്കി കർത്താവിന്റെ വേലയുടെ മുഖത്ത് ശോഭിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നെയും ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുവാൻ ദൈവം ശക്തരാ. ഒരു പക്ഷെ ചോദിക്കും, ഇതൊക്കെ പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരിക്കലുമല്ല. സ്നേഹിത, നീ ഒരു ഹൗസ് വൈഫാണോ? നീ ഒരു വീട്ടു ജോലിക്കാരിയാണോ? നീ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരാണോ? അവിടെയെല്ലാം ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവത്തെ കുറിച്ച്, പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് ആമേൻ നിനക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. പത്രോസ് ആമേൻ അവന്റെ കഴിവ്, അവന്റെ പഠിപ്പ് ഒന്നുമല്ല. അവൻ
അവൻ ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആത്മാവ് അവനെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാണ്. ആമേൻ. നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവശക്തിയായി അനേകർക്ക് ആശ്വാസവും വിടുതലുമായി വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ എല്ലാ കഥകളും അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായി സ്വീകരിച്ച് ആമേൻ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്നെങ്കിൽ അവരെ കൂടുതൽ ശക്തിയോട് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ അങ്ങ് ശക്തനാണെന്നുള്ള ആമേൻ ദൂത വചനം ഇന്ന് രാത്രി വീണ്ടും കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഉയരത്തിലെ ശക്തിയാൽ അഭിഷേകം ചെയ്ത് മുമ്പോട്ട് നയിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ അതിജീവിക്കുവാൻ ഉയരത്തിൽ അഭിഷേകത്താൽ നിറച്ചുകൊള്ളണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗീയ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അനേകരെ ഈ നിത്യതയ്ക്ക് വേണ്ടി അത് കൈപിടിച്ച് നടത്തുവാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിലെ എല്ലാ ദിവസവും ആമേൻ വചനപ്രകാരം ആമേൻ അനുഗമിക്കുവാൻ, ജീവിക്കുവാൻ, പ്രവർത്തിപ്പാൻ സമസ്ത മേഖലകളിൽ ആമേൻ ഉയരുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ഇന്ന് രാത്രി ആമേൻ ലോകം മുഴുവൻ ഹല്ലേലൂയ അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ അതേ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ അതേ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി അതേ ഉയരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ അങ്ങ് നയിക്കുമാറാകണമേ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ആത്മാവ് എല്ലാവരോടും കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, വിടുതലായി, നിത്യജീവനെ അവകാശിയായി ആമേൻ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേകരോട് പറയുവാനുള്ള ആ ധൈര്യവും കൃപയും പ്രാപിച്ചെടുത്തുകൊണ്ട് ശിഷ്ടായുസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്ന് രാത്രി രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാപികൾ മനം തിരിയട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകട്ടെ. ജീവിത പങ്കാളികളില്ലാതെ വിവാഹം നടക്കുവാതെ ഭാരത്തോടായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ക്ലേശങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അത് ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം അങ്ങ് തീർത്തു കൊടുത്താട്ടെ. രാത്രി പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥന. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ചു പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഹല്ലേലൂയ. അവൻ ഇപ്പോഴും നിങ്ങളുടെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകുക. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ നിങ്ങൾ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ അത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു.